ദൈവ സാന്നിധ്യബോധത്തോടെ നമുക്ക് പ്രവർത്തിക്കാം. ആ കുട്ടി ഒരു വലിയ ഫുട്ബോൾ പ്രേമിയായിരുന്നു. സ്കൂളിലെ ടീമിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും ആദ്യത്തെ 11 പേരുടെ കൂട്ടത്തിലില്ലായിരുന്നു. എന്നാൽ അവൻ കൃത്യമായി എല്ലാ പ്രാക്ടീസിനും എത്തുമായിരുന്നു. അവനെ പ്രാക്ടീസിന് കൊണ്ടുവന്നിരുന്നത് അവൻ്റെ ഡാഡിയായിരുന്നു. അങ്ങനെയിരിക്കെ 6-7 ദിവസമായി അവനും ഡാഡിയും പ്രാക്ടീസിന് വരുമായിരുന്നില്ല. അടുത്ത ദിവസം ആ സ്കൂളിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മാച്ച് നടക്കുകയാണ്. അവൻ ഓടി വന്ന് കോച്ചിനോട് പറഞ്ഞു, ഇന്ന് എന്നെ കൂടെ കളിപ്പിക്കണം. കോച്ച് പറഞ്ഞു, അത് പ്രയാസമാണ്. ഒന്നാമത് നീ മെയിൻ ടീമിൽ ഇതുവരെ ഉൾപ്പെട്ടിട്ടില്ല. തന്നെയല്ല, കഴിഞ്ഞ ഒരാഴ്ചയായി നീ പ്രാക്ടീസിന് വന്നിട്ടുമില്ല. അവൻ പറഞ്ഞു, പ്ലീസ്, ഞാൻ നന്നായി കളിക്കും, എന്നെ കൂടി ഉൾപ്പെടുത്തൂ. അവൻ്റെ ഉത്സാഹവും താല്പര്യവും കണ്ട് കോച്ച് അവനെ ഉൾപ്പെടുത്തി. വളരെ ആശ്ചര്യകരമായ വിധം ഏറ്റവും ബെസ്റ്റായി അവൻ കളിച്ചു. അവരുടെ ടീം മാച്ച് വിജയിക്കുകയും ചെയ്തു. കോച്ച് അവനോട് പറഞ്ഞു, നീ ഇത്രയും നന്നായി കളിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. നീ കഴിഞ്ഞ ആഴ്ച പ്രാക്ടീസിന് വരാതിരുന്നിട്ടും എങ്ങനെ ഇത് സാധിച്ചു? അവൻ പറഞ്ഞു, ഇന്ന് എൻ്റെ ഡാഡി ഈ കളി മുഴുവൻ കാണുന്നുണ്ടായിരുന്നു. കോച്ച് പറഞ്ഞു, ഇന്ന് നിൻ്റെ ഡാഡി വന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ്? അവൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച എൻ്റെ ഡാഡി മരിച്ചു. ഇന്ന് സ്വർഗത്തിലിരുന്ന് ഡാഡി എൻ്റെ കളി കാണുന്നു. കഴിഞ്ഞ ആഴ്ച വരെ എൻ്റെ ഡാഡിക്ക് എൻ്റെ കളി കാണാൻ കഴിയില്ലായിരുന്നു. കാരണം അദ്ദേഹം അന്ധനായിരുന്നു. അവൻ്റെ ഡാഡി അവൻ്റെ കളി കാണുന്നു എന്ന ചിന്ത അവൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പെർഫോമൻസ് നടത്തുവാൻ അവന് കഴിഞ്ഞു. ഇതെല്ലാവരെയും സംബന്ധിച്ചും വളരെ വലിയ യാഥാർത്ഥ്യമാണ്. പക്ഷേ മിക്കവർക്കും ഇതുപോലെ തങ്ങളെ കാണുന്ന ഒരാളുണ്ടെന്നത് നിശ്ചയമില്ലാത്ത കാര്യമാണ്. ദൈവം എല്ലാവരെയും എപ്പോഴും വീക്ഷിക്കുന്നു എന്നത് ആരും വിസ്മരിക്കരുത്. ദൈവത്തിൻ്റെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. നാം ദൈവത്തെ കാണാതെ ഇരിക്കുന്നുവെങ്കിലും ദൈവത്തിന് നമ്മെ കാണുവാൻ കഴിയും. ദൈവം നമ്മെ കാണുന്നു എന്നറിയുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ ഏറ്റവും ശ്രേഷ്ഠമായ വിധം ചെയ്യുവാൻ നാം പ്രേരിതരാകും. മറ്റാരും നമ്മെ കാണുന്നില്ലെങ്കിലും ദൈവം എപ്പോഴും കാണുന്നു എന്ന് അറിയുന്നത് ശ്രേഷ്ഠമാണ്. ദൈവ സാന്നിധ്യബോധത്തോടെ എല്ലാം നിർവഹിക്കാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം.